മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ മഞ്ജുവിനെ കാണാൻ വന്നിട്ട് ദുർഗയും കരുണയും മഹാലക്ഷ്മി കാരണം മഞ്ജുവിൻ്റെ കുഞ്ഞ് പോയെന്ന് പറയുമ്പം മഞ്ജു പറയുന്നുണ്ട് അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ എനിക്കറിയാം. എന്തായാലും അമ്മയും കരുണയെടുത്തേയും ചിന്തിക്കണ പോലെയൊന്നും ലക്ഷ്മി എടുത്ത് ചിന്തിക്കില്ല. എൻ്റെ കുഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാർ അമ്മ തന്നെയാണ്. നിങ്ങളെന്തോ പൊടി കലക്കി എനിക്ക് തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞ് പോയെന്ന്. ആ സമയം ദുർഗ പറയുന്നുണ്ട്, നീ എന്തൊക്കെയാടി ഈ പറയണേ, അവൾ ആണോ നിന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കണേന്ന് പറയുമ്പം അതിനെനിക്ക് ആരും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, അമ്മ എന്തൊക്കെ ചിന്തിക്കുമെന്ന് എനിക്ക് അറിയാമെന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട്, നീ എന്താ മഞ്ജു പറയണേ, സ്വന്തം അമ്മയെക്കുറിച്ചാണോ നീ ഇങ്ങനെയൊക്കെ പറയണേന്ന് പറയുമ്പം എനിക്കറിയാലോ അമ്മയുടെയും കരുണയെടുത്തിയുടെയും എല്ലാവരുടെയും സ്വഭാവം. പിന്നെ നിങ്ങൾ എൻ്റെ അടുത്ത് നല്ല ആളാവാനൊന്നും നോക്കണ്ട. എന്തായാലും എൻ്റെ ലക്ഷ്മിയെടുത്തേയും കണ്ണേട്ടനും ഒരിക്കലും എന്നെ ചതിക്കില്ല, ആ കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന്. എന്നിട്ട് കരുണ പറയുന്നുണ്ട്, എന്തായാലും നമുക്കിനി പോകാം അമ്മേ, നീ ഞങ്ങളുടെ കൂടെ വീട്ടിലോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല, എന്നെ നോക്കാൻ ഇവിടെ എടുത്തിയുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ദുർഗയ്ക്കാണെങ്കിൽ ഈ മഹാലക്ഷ്മിയെ മഞ്ജു ഒരുപാട് നല്ലതാക്കി പറയണത് കേട്ടിട്ട് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ മഞ്ജുവിനെ കമലേശ്വരത്തേക്ക് കൊണ്ടുപോകണമെന്ന് ദുർഗയ്ക്ക് അത്ര നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ദുർഗ പറയുന്നുണ്ട്, എന്തായാലും നീ വരുന്നില്ലെങ്കിൽ ഇവിടെ തന്നെ നിന്നോ, ഞങ്ങൾ പോവുക, ഇപ്പോഴാണ് ഞങ്ങൾക്ക് സമാധാനമായെന്ന്. അത് കേട്ടതും മഞ്ജു ചോദിക്കുന്നുണ്ട്, ആ എന്താമേ എൻ്റെ കുഞ്ഞ് പോയത് കൊണ്ടുള്ള സമാധാനമാണെന്ന് ചോദിക്കുമ്പോൾ അല്ല മോളെ, നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, അത് ഓർത്തിട്ടുള്ള സമാധാനമാണ്. എന്തായാലും വാ അമ്മേ നമുക്ക് പോവാമെന്നും പറഞ്ഞ് ഈ കരുണയും ദുർഗയും കൂടി വെളിയിലോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് അവിടെ നിൽക്കുന്ന മഹാലക്ഷ്മിനെ കണ്ടിട്ട് ദുർഗ പറയുന്നുണ്ട്, എന്തായാലും നിൻ്റെ വരവ് നന്നായിടി, അവളുടെ കുഞ്ഞ് പോയി കിട്ടിയല്ലോ, പക്ഷെ അവൾക്കത് പറഞ്ഞിട്ട് മനസ്സിലാവണമെന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, കുഞ്ഞ് പോയത് എങ്ങനെയാണെന്നൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇനി അമ്മ അത് കൂടുതൽ വിശദീകരിക്കാനൊന്നും നിൽക്കണ്ട. പിന്നെ എൻ്റെ തലയിലേക്ക് അത് കെട്ടിവെക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് പോയത് എങ്ങനെയാണെന്ന് തെളിയിക്കാനൊക്കെ എനിക്കറിയാം, അതിനുവേണ്ടി നിങ്ങൾ കഷ്ടപ്പെടേണ്ട കാര്യമില്ലയെന്ന്. ആ സമയത്ത് ദുർഗയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, ഇനിയും മഹാലക്ഷ്മിയോട് തർക്കിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ പണി കിട്ടുമെന്ന്. അങ്ങനെ ദുർഗയും കരുണയും കൂടി കാറി കയറി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെയാണ്. പ്രതാപൻ്റെ അമ്മ പ്രതാപനോട് പറയുന്നുണ്ട്, എന്തായാലും മരുമകൻ മരിച്ചതിൻ്റെ ആഘോഷത്തിനുള്ള പായസം മോഹിനി തന്നെ ഉണ്ടാക്കട്ടെ, അവളുടെ അഹങ്കാരത്തിന് കുറച്ച് കുറവും കിട്ടും. എന്തായാലും പായസമൊക്കെ കുടിച്ചു കഴിഞ്ഞ് അവൾക്കും അവളുടെ മോൾക്കും വാവിട്ട് കരയാനുള്ളതല്ലേ എന്ന്. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, അത് അമ്മ പറഞ്ഞത് നേരാ, എന്തായാലും പായസമൊക്കെ കുടിച്ച് അവൾ ആരോഗ്യമായിട്ടിരിക്കട്ടെ, ഇനിയിപ്പോൾ അവൾക്ക് കുറേ ദിവസത്തേക്ക് കണ്ണീര് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ സമയത്ത് നമ്മളുടെ മോഹിനിയാണെങ്കിൽ ഇതെല്ലാം കേട്ടോണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് മോഹിനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, കരയാൻ പോകുന്നത് നിങ്ങൾ തന്നെ, അല്ലാതെ ഞാനും എൻ്റെ മോളും അല്ല. കണ്ണന് ഒരാപത്തും സംഭവിച്ചിട്ടില്ല, അധികം വൈകാതെ തന്നെ കണ്ണൻ തിരിച്ചെത്തും. അത് കണ്ടു കഴിയുമ്പം കണ്ണൻ മരിച്ചു എന്നും പറഞ്ഞ് സന്തോഷിച്ചാൽ നിങ്ങൾ തന്നെയാണ് പൊട്ടിക്കറിയാൻ പോണേ. മോഹിനി അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പ്രതാപം വിളിക്കുന്നുണ്ട്, എടി മോഹിനി പായസം ഇതുവരെ റെഡിയായില്ലേ എന്ന് ചോദിച്ചു. ആ സമയത്ത് പ്രതാപാട്ടോ പായസം ഇപ്പം തന്നെ ഞാൻ കൊണ്ടുവരാമെന്നും പറഞ്ഞുകൊണ്ട് മോഹിനി 2 ഗ്ലാസ്സിൽ പായസം എടുത്ത് പ്രതാപനും പ്രതാപൻ്റെ അമ്മയ്ക്കും കൊടുക്കുന്നുണ്ട്. അവരാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടു കൂടി അത് കുടിച്ചിട്ട്, ഇന്നത്തെ പായസത്തിന് ഭയങ്കര ടേസ്റ്റാണല്ലോ, എന്ത് പറ്റി, നീ ഇതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ചേർത്തോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സാധാരണ പായസം വയ്ക്കണ പോലെയാണ് വെച്ചത്, പിന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷം കൊണ്ടായിരിക്കും നിങ്ങൾക്ക് പായസത്തിന് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നണേന്ന്. ആ സമയം പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, ആ എന്താടി നീ അങ്ങനെ പറഞ്ഞ, അല്ല സന്തോഷമുള്ളപ്പോൾ എന്ത് കഴിച്ചാലും ടേസ്റ്റ് കൂടുതൽ തോന്നുമല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അമ്മേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഞ്ജുവിനെയും മഹാലക്ഷ്മീനെയാണ്. മഞ്ജു മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, എൻ്റെ അമ്മയുടെ അഭിനയം ഒരു രക്ഷയില്ലാത്ത അഭിനയം എടുത്തി, എന്തൊക്കെയാണ് പറഞ്ഞത്, എടുത്തി കാരണം എൻ്റെ കുഞ്ഞ് പോയെന്നാണ് അവർ പറയണത്. ഞാനത് വിശ്വസിച്ച് എടുത്തിയെയും ഏട്ടനെയും തള്ളി പറയുമെന്ന് വിചാരിച്ചിട്ടാണ് കരുണയെടുത്തി അമ്മയെ അങ്ങനെ പറഞ്ഞത്. ഞാനത് സമ്മതിക്കൂലെന്ന് കണ്ടതും കരുണയെടുത്തി വേഗം തന്നെ വിഷയം മാറ്റിയിരുന്നു. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, കരുണയുടെ കുഞ്ഞ് പോയപ്പോഴെങ്കിലും അവളുടെ സ്വഭാവം മാറുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ അവളുടെ സ്വഭാവത്തിൽ ഒരു മാറ്റമില്ല, ഇനി അവളുടെ സ്വഭാവം മാറുമെന്നുള്ള പ്രതീക്ഷയും എനിക്കില്ലയെന്ന്. ഇതേസമയം നമ്മളുടെ മേഘനാണെങ്കിൽ ഞാനൊന്ന് കമലേശ്വരത്ത് വരെ പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് മേഘൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് സീമന്തിന് പറയുന്നുണ്ട്, ഇനി അവിടെ ചെന്ന് ആ ദുർഗയുമായി ചേർന്ന് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ട് അവസാനം ആ മാർക്കോയുടെ നിന്ന് തല്ലു കൊള്ളേണ്ടതും ജയിലിൽ പോകേണ്ട വരേണ്ടതും നിനക്കായിരിക്കും, ദുർഗയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ആ സമയത്ത് മേഘം പറയുന്നുണ്ട്, അമ്മയൊന്നും മിണ്ടാതിരിക്കാവോ, ഇനി ആ മാർക്കോയൊന്നും എൻ്റെ ജീവിതത്തിലേക്ക് വരില്ല, അതിനുള്ള എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ടെന്ന്. ആ സമയത്ത് സീമന്തിന് ചോദിക്കുന്നുണ്ട്, എന്താടാ നീ ആ മാർക്കോയെ കൊന്നോന്ന് ചോദിക്കുമ്പം ഈ അമ്മയ്ക്ക് വേറെ ഒന്നും ചോദിക്കാനില്ലേ, ഞാൻ പോയി വന്നിട്ട് പറയാമെന്നും പറഞ്ഞുകൊണ്ട് മേഘനാഥനാണെങ്കിൽ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ ദുർഗയും കരുണയും വീട്ടിൽ വന്നതിന് ശേഷം ദുർഗയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. ഒരു സന്തോഷം അപ്പോൾ ഇവർക്കുള്ളത് 2 സന്തോഷമാണ്. ഒന്ന് കണ്ണനും മാർക്കോയും മരിച്ചു, രണ്ടാമത് സാഗറാണെങ്കിൽ ഗുരുതരാവസ്ഥയിൽ മഞ്ജുവിൻ്റെ കുഞ്ഞിനെ നശിപ്പിച്ചു. അതൊക്കെ കൂടി ഓർത്തിട്ട് കരുണ പറയുന്നുണ്ട്, ഇന്ന് നമുക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമല്ല അമ്മേ, അതുകൊണ്ട് നമുക്കിത്തിരി പായസം വെച്ചാലോ എന്ന്.
അത് മോള് പറഞ്ഞത് നേരെ. അല്ലെങ്കിൽ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയായിരുന്നു ഇന്നത്തെ നമ്മളുടെ സന്തോഷത്തിന് ഇത്തിരി പായസം വെച്ച് കുടിച്ചാലോ എന്ന്. എന്തായാലും ഞാനിപ്പോൾ തന്നെ പായസം വെക്കാം മോളെ എന്നും പറഞ്ഞ് അവർ അടുക്കളയിലോട്ട് പോകുന്നുണ്ട്. ഈ സമയത്താണ് കോളിംഗ് ബെല്ല് അടിക്കണ സൗണ്ട് കേൾക്കുന്നത്. അങ്ങനെ കാരണം ഇത് ആരായിരിക്കും വന്നേക്കണേന്ന് വിചാരിച്ചുകൊണ്ട് വേഗം തന്നെ വന്ന് ഡോറ് തുറക്കുമ്പം പുറത്ത് നിൽക്കണ ആളെ കണ്ടിട്ട് കരുണയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഓ മേഘേട്ടനായിരുന്നോ, മേഘേട്ടനൊന്ന് കണ്ടാൽ കൊള്ളാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. എന്തായാലും മേഘേട്ടൻ വന്നല്ലോ. ഇന്ന് നമുക്ക് സന്തോഷത്തിൻ്റെ ദിവസമാണ് മേഘേട്ട. അതുകൊണ്ട് തന്നെ അമ്മ അടുക്കളയിൽ പായസം വെക്കാമെന്ന്. അത് കേട്ടതും മേഘനാണെങ്കിൽ ഓടി വന്ന് കരുണയ്ക്ക് കൈ കൊടുത്തിട്ട് പറയുന്നുണ്ട് എല്ലാം മോളുടെ ആഗ്രഹം പോലെ തന്നെ നടന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി നടന്നു മേഘേട്ട. മഞ്ജുവിൻ്റെ കുഞ്ഞില്ലേ അത് പോയി. ഇനി മഞ്ജുവിനെ മേഘേട്ടൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു തടസ്സവുമില്ല. സാഹറാണെങ്കിൽ ഗുരുതരാവസ്ഥയിലല്ലേ, അവൻ എന്തായാലും മരിക്കുമെന്നാണ് പറഞ്ഞത്. ആ സമയത്ത് മേഘം പറയുന്നുണ്ട് നമ്മളെ ഒരുപാട് സങ്കടപ്പെടുത്തിയില്ലേ മഞ്ജു മഹാലക്ഷ്മിയും കണ്ണനൊക്കെ കൂടി ചേർന്ന്. ഇനി അവർക്കുള്ള തിരിച്ചടി തന്നെ കിട്ടാൻ പോകുന്നത്. എന്തായാലും കണ്ണനും മാർക്കോയും മരിച്ചു. ഇനി അവരെ സംരക്ഷിക്കാൻ ആരുമില്ല. മഞ്ജുവിനും മഹാലക്ഷ്മിക്കും നമ്മളെ ആശ്രയിക്കാതെ ജീവിക്കാനും പറ്റില്ല. മഹാലക്ഷ്മി വേണമെങ്കിൽ കരുണയുടെ വീട്ടിലോട്ട് പോകുമായിരിക്കും, പക്ഷേ മഞ്ജുവിന് പോകാൻ ഇടമില്ലല്ലോ. അതുകൊണ്ട് അവൾ എന്തായാലും കമലേശ്വരത്തേക്ക് തന്നെ തിരിച്ചു വരും. പിന്നീട് അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ആ സമയത്ത് ദുർഗ പായസമൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് മേഘനും കരുണയ്ക്കും പായസം കൊടുത്തിട്ട് ദുർഗ പറയുന്നുണ്ട് ഇപ്പോഴാണ് മേഘ ജീവിതത്തിലൊരു സന്തോഷം ഉണ്ടായേക്കണേ. ആ മഹാലക്ഷ്മി കണ്ണൻ്റെ ഭാര്യയായി വന്നതിന് ശേഷം ഒരിക്കൽ പോലും ഒരു സന്തോഷം ഉണ്ടായിട്ടില്ല. ഇന്നത്തോടുകൂടി അവളുടെ ശല്യം ഒഴിയും. അതുമാത്രമല്ല മഞ്ജുവിൻ്റെ കാര്യത്തിലും എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. മഞ്ജുവിൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് എനിക്ക് ഒരിക്കലും ആ സാഹറിനെ കാണാൻ പറ്റില്ല. ഭർത്താവായിട്ട് നിന്നെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിച്ചത്. ഇനിയിപ്പോൾ അതെന്തുകൊണ്ടും ഗുണമായി. സാഹറാണെങ്കിൽ അടുത്ത് തന്നെ മരിക്കും. അതുകൊണ്ട് മഞ്ജുവിനെ നിൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടുമ്പം കുഞ്ഞൊരു തടസ്സമായിട്ടുണ്ടാവരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്തായാലും ആ കുഞ്ഞിൻ്റെ ശല്യം ഒഴിവായി കിട്ടി. ആ സമയത്ത് മേഹൻ ഈ ദുർഗയോട് പറയുന്നുണ്ട് ഇതിനൊക്കെ ഞാൻ അപ്പച്ചിയോട് എങ്ങനെ നന്ദി പറയുമെന്ന് എനിക്കറിയില്ല, എന്നാലും എൻ്റെ അപ്പച്ചിയാണ് അപ്പച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് കാര്യം നിന്നോട് എനിക്ക് ഇഷ്ടക്കുറവൊക്കെ ഉണ്ട്, അതേമാതിരി പണിയാണ് നീ ചെയ്തേക്കണേ. മഞ്ജു ചെറുതിലേ മുതൽ നിന്നെ മാത്രം മനസ്സിൽ കൊണ്ടുപോയി നടന്നവളാണ്. അവൾ വേറൊരാളുടെ മുഖത്ത് പോലും നോക്കാറുണ്ടായിരുന്നില്ല. നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു, എന്നിട്ടും നീ അവളോട് എന്ത് ചതിയാടാ ചെയ്തത്. ആ സമയത്ത് മേഘം പറയുന്നുണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി അപ്പച്ചി, പക്ഷേ ഇനി അപ്പച്ചി മഞ്ജുവിൻ്റെ ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട. അവളെ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. ഇനി അവൾക്ക് എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ വേറെ തടസ്സങ്ങളൊന്നുമില്ലല്ലോ. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് എന്തായാലും ആ കണ്ണനും മാർക്കോയും മരിച്ച സ്ഥിതിക്ക് ഇനി നമ്മൾ തീരുമാനിക്കണ പോലെ കാര്യങ്ങളെല്ലാം നടക്കും. ഇനി കമലേശ്വരം കമ്പനിയുടെയും ജ്വല്ലറിയുടെയും ഫിനാൻസിൻ്റെയും ഒക്കെ ചുമതല നീയും ഉണ്ണിയും കൂടി ഏറ്റെടുക്കണം. നിങ്ങളായിരിക്കണം ഇനി അതിൻ്റെ തലപ്പത്തിരിക്കുന്നത്. ആ മഹാലക്ഷ്മിയെ എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പുകച്ച് ചാടിക്കണം. ആ സമയത്ത് മേഘം പറയുന്നുണ്ട് അതൊന്നും ഓർത്ത് അപ്പച്ചിയും കരുണയും ടെൻഷനാകുമൊന്നും വേണ്ട. കണ്ണനും മാർക്കായൊന്നും ഇല്ലാത്തവ ഇവിടെ പിടിച്ചു നിൽക്കാനൊന്നും മഹാലക്ഷ്മിക്ക് പറ്റൂല. അവളുടെ കാര്യം ഞാൻ ഏറ്റുന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനെയും മാർക്കോനെയൊക്കെ തന്നെയാണ്. അവരും കൂടി വരുന്ന വഴിക്ക് മഹാലക്ഷ്മി ഫോൺ വിളിച്ച് വെച്ചതും കണ്ണൻ മാർക്കോയോട് പറയുന്നുണ്ട് ആ പ്രതാപനും ഇതിൽ പങ്കുണ്ടെന്നുള്ള കാര്യം ഉറപ്പായി മാർക്കോ. പ്രതാപൻ്റെ അമ്മയും കൂടി നമുക്ക് എന്തോ ആപത്ത് സംഭവിച്ച രീതിയിൽ അവിടെ സംസാരിച്ചത് കേട്ടിട്ട് മഹിയുടെ അമ്മ മഹിക്ക് ഇപ്പോൾ വിളിച്ചിരുന്നു. അത് കേട്ടതും മഹി ആകെ ഭയന്നിട്ടാണ് ഇങ്ങോട്ട് വിളിച്ചത്. എന്തായാലും ഈ അപകടത്തിന് പിന്നിൽ ആരൊക്കെയാണെന്നുള്ള കാര്യം നമുക്കിപ്പോൾ വ്യക്തമായിട്ടുണ്ട്. ഇവരെയൊന്നും ഇനി വെറുതെ വിടാൻ പോകുന്നില്ല. ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട് ഇപ്പോൾ കണ്ണൻ സാറിൻ്റെയും മഹാലക്ഷ്മിയുടെയും കുടുംബക്കാരൊക്കെ ആഘോഷം തുടങ്ങിയിട്ടുണ്ടാവും. കണ്ണൻ സാറും ഞാനും മരിച്ചു, അതുപോലെ സാഹറാണ് ഈ ഗുരുതരാവസ്ഥയിൽ ആസ്പത്രിയിലും ആണെന്നാണല്ലോ അവർ അറിഞ്ഞേക്കണം. അതുകൊണ്ട് തന്നെ അവരിനി ഒട്ടും സംശയിക്കില്ല, അവർ നല്ല ആഘോഷം തന്നെ തുടങ്ങിയിട്ടുണ്ടാവും. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് അവരെ ആഘോഷിക്കട്ടെ, അത് എത്ര സമയം നീണ്ടു നിൽക്കുമെന്ന് നമുക്കൊന്ന് കാണാം. ഈ സമയത്ത് നമ്മളുടെ മാർക്കോ പറയുന്നുണ്ട് ഇതിപ്പോൾ കണ്ണൻ സാർ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് കരുതിയാണ് അവരെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കണ്ണൻ സാറ് തിരിച്ചു വരും. കണ്ണൻ സാറിൻ്റെ കാലിന് സ്വാധീനം കിട്ടിയെന്ന് അവർക്ക് മനസ്സിലാവുകയും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടാൻ പോണ തിരിച്ചടിയുടെ ശക്തി കൂടുന്നു. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് എന്തായാലും തൽക്കാലം ഞാൻ നടക്കുന്ന വിവരം അവരെ അറിയണ്ട. പിന്നെ ആ ഒരു ആൾ ആസ്പത്രിയിൽ കിടക്കുന്നുണ്ടല്ലോ, അയാൾ രക്ഷപ്പെട്ടു വന്നാൽ മാത്രമേ ഞാൻ നടന്ന വിവരം ആരെങ്കിലും അറിയുള്ളൂ. ഇല്ലെങ്കിൽ ആ രഹസ്യം എന്നും നമ്മളിൽ തന്നെ നിൽക്കും. ഇപ്പം തന്നെ അവരെ അത് അറിയിച്ചിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെയെങ്കിലും എന്നെ അപായപ്പെടുത്താൻ വീണ്ടും നോക്കും. അതുകൊണ്ട് തൽക്കാലം ഇതാരും അറിയണ്ടെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഞ്ജുവിനെയും മഹാലക്ഷ്മിനെയാണ്. കണ്ണേട്ടനൊന്നും വന്നില്ലല്ലോ, എന്തായിരിക്കും ഇത്ര വൈകണേന്നും ചോദിച്ച് മഞ്ജു മഹാലക്ഷ്മി ഇങ്ങനെ നിൽക്കണ നേരത്താണ് കണ്ണൻ്റെ കാറ് സാഹറിൻ്റെ വീടിൻ്റെ മുറ്റത്തോട്ട് കയറി വരുന്നത്. അങ്ങനെ മഹാലക്ഷ്മി മഞ്ജുവും കൂടി വെളിയിലേക്ക് ഇറങ്ങി വരുമ്പം സാഹറും കണ്ണനും മാർക്കോയും എല്ലാവരും കാറിൽ നിന്ന് ഇറങ്ങി നടന്നു വരുന്ന ആ ഒരു കാഴ്ച കണ്ടിട്ട്
മഹാലക്ഷ്മിയും മഞ്ജുവും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, മഞ്ജു ഇതേ നോക്കിക്കേ, കണ്ണേട്ടൻ്റെ മുടന്തൊക്കെ മാറി, ഇപ്പോൾ കണ്ണേട്ടൻ സാധാരണ പോലെയാണ് നടക്കണേന്ന്. അങ്ങനെ നമ്മളുടെ മഞ്ജു നോക്കുമ്പോഴും ശരിയാന്ന് മനസ്സിലാവുന്നുണ്ട്. കണ്ണന് മുടന്തൊന്നും ഇല്ലാണ്ട് കണ്ണൻ നല്ലോണം തന്നെ നടന്നു വരുന്ന ആ ഒരു സീൻ കണ്ടിട്ട് മഹാലക്ഷ്മിയും മഞ്ജുവും സന്തോഷത്തോടുകൂടി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.